നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു പാവത്തിനെ പോലെ ഇരുന്നിട്ട് ഗായത്രി ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? ഭാവന ഇവിടേക്ക് വിടില്ലാതെ. ഞാൻ എന്റെ മോനെ കുറ്റപ്പെടുത്തു. അവൻ തന്നെയാ ഭാവനയ്ക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തത്. ആന്റി, അവര് തമ്മിൽ വളർന്നു വന്ന സാഹചര്യം അതല്ലേ? എന്ത് സാഹചര്യമായാലും ഓരോരുത്തർക്ക് അർഹതപ്പെട്ട സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ ആ സമയം ഇറങ്ങിപ്പോയതാ സൂര്യ, ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും അവളുടെ അടുത്ത് തന്നെ കാണും. ആന്റി, സൂര്യ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വന്ന വിവരം ഭാവനയോട് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. പറയണമല്ലോ, പറയട്ടെ. ഇനി ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ജയ വീണ്ടും പൂർണ്ണമായിട്ടും പഴയ സ്വഭാവത്തിലേക്കാണുള്ള ദൈവം പോകുന്നത്. ഭാവനയോട് വീണ്ടും ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറുന്നതെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വര, വീണ്ടും എന്റെ മോൻ പരീക്ഷിക്കപ്പെടുകയാണല്ലോ. എന്താ ഞാൻ ഇനി ചെയ്യണ്ടേ? അച്ഛനെന്താ പുറത്തു വന്നിരിക്കുന്നത്? മനസ്സിനൊരു സമാധാനമില്ല മോനെ. വീണ്ടും വീണ്ടും നമ്മൾ കുഴപ്പത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അച്ഛാ, അമ്മ അവരെ രണ്ടുപേരെയും വീട്ടിൽ കയറ്റിയത് ശരിയായില്ല. നീ പോയതിനു ശേഷം ഞാനും നിന്റെ അമ്മയോട് കുറച്ച് സംസാരം നടന്നു. ഒരു കാര്യമില്ലടാ, അവൾക്ക് കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ചൊന്നും ഒരു ചിന്ത പോലും ഇല്ല. അജയനെയും പ്രസീതയും ഇവിടെ കയറ്റിയൊരു വിഷമം അവളെ ഞാൻ കണ്ടതുമില്ല. അച്ഛാ, അമ്മയും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയൊരു നാടകം ഇന്നിവിടെ അരങ്ങേറിയത്. ആത്മഹത്യാ ഭീഷണിയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അയാൾ പറഞ്ഞത്. അതേടാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. അതുകൊണ്ടാ അജയനും പ്രസീതയും വന്നപ്പോ ഞാനും നീയും മാനസികയും സംസാരിച്ചതിന് ശേഷമാണ് അവള് വന്നത്. അതുവരെ അവള് മുറിയിൽ നിൽക്കുന്ന ഞാൻ കണ്ടതാ. ഭാവനയോട് നീ വല്ലതും പറഞ്ഞോ? ഇല്ല സാർ, ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എനിക്കറിയില്ല സാർ, വെറുതെ കുറെ കറങ്ങിയിട്ടാ വരുന്നത്. മനസ്സിന് ഒരു സമാധാനമില്ല. എന്നിട്ട് നീ ഭാവന എടുത്ത് പോയതായിരിക്കും. ഞാൻ നാളെ പോകുന്നുണ്ട് സാർ. ഈ നാശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയണമല്ലോ. അല്ല, നീ എന്താ ഭാവനയോട് പറയാൻ പോകുന്നത്? മാനസിക അയക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാം, അല്ലാതെ ഇപ്പൊ എന്ത് പറയാന്? എന്തായാലും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നൊന്നും നീ പറയാൻ പോകണ്ട. അതെ, ഭാവനയുടെ സ്വഭാവത്തിൽ അവരോട് സഹതാപേ തോന്നും. അതുകൊണ്ട് അജയനെയും പ്രസീത എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം. എന്നാലേ ഭാവനയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് വരാൻ തന്നെ തോന്നുന്നില്ല അച്ഛാ. നീ വരാതിരുന്നാൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഞാനായിരിക്കില്ല. എനിക്കറിയാം അച്ഛാ. നിന്റെ അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്ന ഈശ്വരന് മാത്രമേ അറിയൂ. എന്തായാലും ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം അച്ഛാ. അത് അച്ഛൻ തന്നെ എടുക്കാൻ വേണം. തൽക്കാലം ഇപ്പൊ ഒന്നും വേണ്ട, നീ സമാധാനപ്പെടും. എന്താ അവളുടെ ഉദ്ദേശം നമുക്കറിയണമല്ലോ. അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അച്ഛാ. അത് അമ്മയുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അച്ഛൻ വാ. നീ പറയുന്നത് തന്നെയാ ഞാനും ജാനകിയും പലതവണ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അന്ന് തന്നെ മാനസയുടെ വയറ്റിലെ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും ഇത്രയും ടെൻഷൻ വരില്ലായിരുന്നു. നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നതൊക്കെ എന്നായാലും ഒരു ഊരാക്കുടുക്ക തന്നെയായിരിക്കും വില്ലിച്ച. പക്ഷെ ഇത് ആരോട് പറയാനാ? മാനസയുടെ പ്രസവം കഴിയുന്നോടെ ഈ വിഷയത്തിനൊരു അവസാനം വരുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് പറയാൻ പോലും പറ്റത്തില്ല വല്ലിച്ച. ഇനി എന്താ കുഴപ്പം? നിന്നോട് ആരെങ്കിലും വല്ലതും പറഞ്ഞോ? പറയണ്ടല്ലോ വല്ലിച്ച, നമ്മൾ ചിന്തിച്ചാ പോരെ. നേരത്തെ ഭാവനച്ചിക്ക് ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ ആ മാനസ കുഞ്ഞിന് ജന്മം ഏറ്റെടുത്തതും കുഞ്ഞിനെ ഭാവനച്ചിക്കും സൂര്യേട്ടനും കൊടുക്കാമെന്ന് സമ്മതിച്ചതും. അതെ, അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ
ഇപ്പൊ ഭാവനേച്ചി ഒരു അമ്മയാവാൻ പോകുന്ന സ്ഥിതിക്ക് മാനസ പ്രസവിക്കുന്ന കുഞ്ഞിനെ അവർക്ക് കൊടുക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കും നമ്മള്? ഞാൻ ഈ പറയുന്നതിനെ കുറിച്ച് ആരും ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല വല്യമ്മേ. പാപ്പേട്ടാ, അങ്ങനെ വന്ന മാനസ ഭാവനേച്ചിക്കും സൂര്യേട്ടനും എന്നൊരു ബാധ്യത തന്നെയായിരിക്കും. അത് ശരിയാ പാപ്പേട്ടാ. നമ്മളാരും ഇത്ര ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആരും വിചാരിക്കുമ്പോഴുള്ള ബുദ്ധി ഒന്നുമല്ല വല്യച്ച ആ ജയനിർമ്മലാനിക്കുള്ളത്. അത് പിന്നെ ഞങ്ങളും കുറെ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേടാ. പല്ലവി മോളെ സൂര്യയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി ഞങ്ങളെ മോഹിപ്പിച്ചതും ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ജയല്ലേ. ഭാവനയോടുള്ള ദേഷ്യത്തില് ഞങ്ങളും കുറെയൊക്കെ ജയെ വിശ്വസിച്ചു പോയി. അവസാനം ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പം ഞങ്ങളുടെ ഭാവന മോളെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവക്കൊരു വിഷമം വന്നാ അത് ഞങ്ങൾക്ക് വന്ന പോലെയാ. അതെ വല്യമ്മേ, ഞാനും ചേച്ചി ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വിവരമില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് എങ്ങനെയെങ്കിലും ഭാവനേച്ചി രക്ഷിക്കണം. ഈ കാര്യം നീ വീട്ടിൽ പറഞ്ഞാണോ ഗായത്രി നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അതെ വല്യച്ച. പാപ്പേട്ടാ, ഇവന്റെ വായിന്നും വല്ല കുരുത്തക്കേട് വീണിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾ നാളെ ഒന്ന് അങ്ങോട്ട് പോവാം. എന്താണേലും നമുക്ക് സംസാരിക്കാം. പറ്റിയാ നീയും കൂടി വാ. വേണ്ട വല്യച്ച, വില്ലേജിനും വല്യമ്മയും കൂടി പോയാൽ മതി. ആ, എന്നാ അത് മതി. എന്നാലും ഈ സേതു എന്തിനാ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഈ കുടിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ, അക്കാര്യത്തിൽ ഇവനും മോശമല്ലല്ലോ. അന്ന് ഞാൻ റോഡിൽ നിന്നല്ലേ ഇവനെ വിളിച്ചോണ്ട് വന്നത്. ആ, അതും ശരിയാ. ഇതാ വരട്ടെ, സേതു ഒരു മദ്യപാനി ആയതിൽ ഈ വല്യച്ഛനും ചെറിയൊരു പങ്കുണ്ട് മോനെ. അതിനൊക്കെ ഈശ്വരനോട് ഞാൻ ഇന്നും മാപ്പിരുന്നോണ്ടിരിക്കുക. മദ്യപാനം ഒന്നിനൊരു പരിഹാരമല്ലെന്ന് പലരും വൈകിയാ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുടുംബത്തില് ഇനി ആർക്കും അങ്ങനൊരു ശീലം വേണ്ട. ഭാവനയുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനിനി ആര് തടസ്സം നിന്നാലും നമ്മൾ അതിനെ എതിർക്കും. നീ വിഷമിക്കാതെ. ഭാവനയോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. ദേ നോക്ക്, മാനസെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും അവള് പ്രസവിക്കുന്ന കുഞ്ഞിനെ അവക്ക് കൂടുതൽ സ്നേഹിക്കാനും താലോലിക്കാനും കൊടുക്കരുത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല ജാനകി. നീ പോയി അവൾക്ക് കാവലിരിക്കോ? വെറുതെ മണ്ടത്തരം പറയാതെ. ഭരത് പറഞ്ഞ പോലെ ഒരു വലിയ ഊരാക്കുടിക്ക് തന്നെയാ ഭാവനയെ സൂര്യ ഇപ്പൊ പെട്ടിരിക്കുന്നത്. അവരെ അത്ര പെട്ടെന്നൊന്നും അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും പറ്റില്ല. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. ആ, തൽക്കാലം നീ ചെല്ല്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ധൈര്യമായിട്ടിരിക്കെ. ഈശ്വര, ദേവേട്ടാ, എന്തായിരുന്നു പുറത്ത് മോനുമായിട്ടൊരു ചർച്ച? ഓ, അപ്പൊ നീ കണ്ടു? പിന്നെ ഞാനെന്താ കണ്ണുമുട്ടിയാണോ? എനിക്കറിയാം, സൂര്യ വരുന്നവരെ കാത്തു നിന്നിട്ട് എന്തോ അവനുമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നീ നിന്നെ പോലെ എല്ലാവരും കാണരുത് ജയ്. ഒന്ന് നിന്നെ. എന്താ ഞാൻ ചോദിച്ചതാണോ തെറ്റ്? ആ സമയത്ത് ഇവിടെ നിന്ന് പോയവൻ ഇപ്പോഴാണ് മടങ്ങി വന്നത്. ഞാൻ കരുതി അവൻ ഭാവനയുടെ വീട്ടിൽ തന്നെ പൊറുതി തുടങ്ങിയെന്ന്. അതിന് അവൻ ഭാവനയുടെ വീട്ടിലാ പോയി നിന്നോട് ആരാ പറഞ്ഞേ? പിന്നെ അവൻ എവിടെ പോയതാ? ആ, നീ തന്നെ പോയി ചോദിക്ക്, അവൻ പറയും. ഇന്നിവിടെ നടന്നത് വളരെ മഹത്തായ കാര്യമാണല്ലോ ജേ. കഴിഞ്ഞൊന്നും നീ മറക്കരുത്. മരണത്തിന്റെ വക്കിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാ ഭാവന. എന്നിട്ടിപ്പോ നിനക്ക് ഭാവനയോട് വീണ്ടും ശത്രുതയാണല്ലേ? ദേവേട്ടാ, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. എനിക്ക് ആരോട് ശത്രുതയൊന്നുമില്ല എന്ന് നീ പറയണത് ഞാൻ അങ്ങ് വിശ്വസിക്കണമല്ലേ? നിനക്ക് ഭാവനയുടെ വയറ്റിലെ കുഞ്ഞാണോ മാനസിയുടെ വയറ്റിലെ കുഞ്ഞാണോ പ്രധാനം? പറ. നിന്റെ മനസ്സറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാ. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എനിക്കങ്ങനെ ആരോടും വേർതിരിവൊന്നുമില്ല. നിനക്കിപ്പോ നന്നായിട്ട് കള്ളം പറയാൻ അറിയാം അല്ലേ?
നീ മാനസയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിന്റെ മനസ്സിലെ ഈ ചിന്തകളൊക്കെ നിനക്ക് കൂടുതൽ ദോഷം ചെയ്യാൻ ഉപകരിക്കൂ ജയ. അല്ലെങ്കിൽ നീ നോക്കിക്കോ.